ആൾക്കാരെ എക്സ്പെക്ട് ചെയ്ത്. നിങ്ങൾ 3 പേരുള്ളൂ. ഇരിക്കുവാ കഴിക്കാനോ? ഇത് എന്തിന്റെയാ? ആണോ? ഇതാരാ? അനിയനോ? നേരെ അനിയനോ? ശരിക്കും ഏട്ടനെ പോലട്ടല്ല കണ്ടിട്ട്. ആണോ? നിനക്ക് വളർച്ച കുറഞ്ഞു പോയതല്ല. എടാ ഇതാ ഇത് ഇടക്ക് വെക്ക്. എന്ത്? ഇപ്പൊ മുറിക്കണോ? മുറിക്കാം. വാ ഇരിക്ക്. എടാ ചെയർ എടുത്തേ. ഒരു കാര്യം ചെയർ നമുക്ക് സോഫ എടുത്തിടാ. സോഫേ? ഇവിടെ ഇടാൻ പറ്റുമോ? ഇങ്ങോട്ട് ഇട്. എടാ വേറെ സോഫ എടുത്തോടക്കേ. അത് മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. എന്താ ചെയ്യണ്ടേ? മീൻ അതെല്ലാം എടുത്ത് മാറ്റാൻ അങ്ങോട്ട് പൊരിക്കണം. മുട്ടിക്കല്ല. ഇതെന്താ? അതെടുത്തുന്ന കേക്ക് മാത്രം എടുത്തിട്ടോ? ഐസ്ക്രീമോ? ഇത് നമുക്ക് കുറച്ചു കഴിക്കാം. എന്നിട്ട് വിശേഷം പറ. ഇരിക്ക്. വാ മിന്നെ ഇരിക്ക്. എവിടെ ഇരിക്ക്? എവിടെ ഇരുന്നോ? ഇരിക്ക ബ്രോ. വാ ഇരിക്ക്. നിങ്ങൾ ഗസ്റ്റ് അല്ലേ? നാണിച്ചിരിക്കല്ല. അല്ല നീ അവിടെ ചെയറും കൂടി ഇട്ടോ. കുഴപ്പമില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ചെയറിന്. എന്നിട്ട് എന്താ നമ്മളെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എടാ മൈക്ക് കൊടുക്ക്. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുത്ത പോലെ അല്ലല്ലേ ലൈവില് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈവിന്റെ പ്രത്യേകത അതാ. ലൈവില് തൊപ്പിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇവര് രണ്ടാളും. ആണോ? ഇത് ഇവളെ അനിയനാടാ. അത് ഡോക്ടർ മിന്നു. അവളെ അറിയില്ല എനിക്ക്. എവിടെ കണ്ടിട്ടുണ്ട്? എടാ നീ കന്നഡ മാറ്റ്. എക്സ്പ്രഷൻ കാണാൻ പറ്റും. അവന്റെ പേടി പുറത്ത് വരും. അത് മറച്ചു വെക്കാനോ കണ്ണറിട്ടിട്ട് ജീവിക്കുന്നു. നാണമില്ലാത്തത്. എന്നിട്ട് എന്താ ചാറ്റ് എന്താ പറയുന്നത്? എടാ സൂപ്പറാ തുടങ്ങി. നിന്നെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാന്നുള്ള സാധനം മസ്റ്റ് ആണല്ലേ? സൂപ്പറാന്ന് പറയണ്ടതാ. ഓളോടാണ് സൂപ്പറാവാനെ കുറിച്ച് മിന്നുവിന്റെ അടുത്താണ്. അതാ ഇത്തവണ സൂപ്പറാവാ. ഇത് തായ്ലൻഡിൽ പോയപ്പോ മേറിനെ കൂട്ടിയില്ലല്ലോ. മിന്നുവിനെ കൂട്ടിട്ട് പോയി. പാവം. എന്തിനാണ് അതിവിടെ എടുത്തിട്ടത്? കുടുംബം ഇതെന്താ പെണ്ണ് കാണാമെന്നാ നീ? ജാസ്തി നമ്മളെ തമ്മിൽ ഒരു ഇന്റർവ്യൂ ബന്ധം ഉണ്ടായിരുന്നു. ആദ്യം എന്നിട്ട് മിന്നുവിന് കൊടുത്ത്. തോർത്തെടുത്തോ മറ്റേ അല്ല ഇവിടെ ചൂടാ. അതാ അത് ഇവിടെ എ സിയിൽ അത്ര തണുപ്പ് വരൂല. അതാ. എന്നിട്ട് സ്വീറ്റ്സ് എടുക്ക കൊടുക്ക. അച്ചപ്പും കയലപ്പലെല്ലാം എടുത്തു കൊടുക്ക. എന്നിട്ട് എന്തോ വന്നു? അല്ല മേറെ ഓൾറെഡി ഇവിടെ വന്നതല്ലേ? മിന്നു ആദ്യമായിട്ടല്ലേ വരുന്ന? ഇത് റാമ്പ് കൊണ്ടുവന്നത് നാട്ടിൽ കൊണ്ടുവന്നതാ. ഹായ് താങ്ക് യു. ഫുഡെല്ലാം കഴിച്ചോ? ഇല്ല. എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങള് കേക്ക് ഇവര് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നേക്കായിരുന്നു. നമ്മള് കേക്ക് കഴിച്ചു. രാത്രി 11 മണിക്ക് ആരാ ചായ കുടിക്കണേ? 11:30 എന്നിട്ട് ബ്രോ എന്ത് ചെയ്യുന്നു? കോസ്മോസാ? ടോപ്പ് മോസ്റ്റോ? എന്താ വർക്കാ? MSCയോ? അങ്ങനെ അത് വർക്കല്ലല്ലോ. അങ്ങനെ ഡെന്റലിന്റെ ഡോക്ടർ അത് മനസ്സിലായില്ല. ബ്രോക്കറിന്റെ പോലെ പേടിയുണ്ടല്ലേ?
സോറി. അപ്പൊ നമ്മളെല്ലാരും ഒരുപോലെ മിന്നു ആന്ന് ഇവിടെ പേടിയില്ലാത്ത ഒരാളെന്ന് തോന്നുന്നു അല്ല നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പെൺകുട്ടികൾ ഗസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ലൈവിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പേടിയുണ്ട്. പക്ഷെ മിന്നുവിന് അങ്ങനത്തെ സംഭവം ഇല്ല. മിന്നു ഭയങ്കര പേടിക്കാനുള്ളൊരു ബുദ്ധി വേണ്ട. എടാ ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത മോഡറേറ്റേഴ്സ് ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത ആ വേർഡ് ഒന്ന് ബ്ലോക്ക് ചെയ്ത. എക്സ്ട്രാ ചെയർ ഇട്ട് കൊടുക്കുന്നത്. ചെയർ എടാ അതെടുത്ത് ഇങ്ങോട്ട് ഇട്ടെ. അതായിരിക്കും നല്ലത്. അത് ഇറങ്ങിയിരിക്കണ്ട. ഇവിടെ ഇരുന്നോ? പേടിച്ചിരിക്കണം. എന്താ ആരെ മൊത്തത്തിലെല്ലാരും? അല്ല അങ്ങനല്ല. അല്ല വേറെ മുന്നേ ഇവിടെ വന്നതല്ലേ. വേറെ അങ്ങനല്ല. അല്ല മിന്നു അല്ല പുതിയ ആൾക്കാർ വരുന്നോണ്ട് നമുക്കൊരു ടെൻഷൻ. അങ്ങനെ മനസ്സിലാവും. ആണോ? എന്നാ എന്റെ മോന്തൊന്ന് ശരിയാക്കി കൊടുക്കോ? അതിന്റെ ഫാനാ. ആര്? മിന്നു. ശരിക്കും എല്ലാവർക്കും ആദിലിനെ മതിയല്ലോ. റീലിട്ട് കഴിഞ്ഞാ എന്റെ പൊന്നെ എന്താ ഇത് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ, ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതില് സിംഗിൾ ആണോ സെറ്റാക്കി തരുമോന്നൊക്കെ. സത്യായിട്ടും ചാറ്റ് അത് തന്നെ സ്പാം ചെയ്തോണ്ടിരിക്കല്ല. മോഡറേറ്റേഴ്സ് ആരും ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത് ഇവരെന്ത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതെന്താ ഇത്? എന്താ അല്ല പ്രപ്പോസ് ചെയ്യാനും കിസ് ചെയ്യാനല്ലേ ഇവർ പറയുന്നത്. ഇവർ ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് അത് നോക്കണ്ട. സോറി എന്റെ ഇമ്മച്യൂർ ഓഡിയൻസ് അതാ. സോറി മൈ മിസ്റ്റേക്ക്. മോഡറേറ്റേഴ്സ് ഒന്ന് വേർഡ് ബ്ലോക്ക് ചെയ്ത. മുനു പട്ടി ഷോ എന്ന് പറഞ്ഞോ. മുനു എന്താ പട്ടി ഷോ? എന്തോ കാണിച്ചു നമ്മള് കാണാണ്ട് എന്തോ കാണിച്ചു. ചെയറിൽ ഇരിക്കാൻ പറയാൻ നീ അവിടെ ബുദ്ധിമുട്ടിരിക്കുന്ന കണ്ടിട്ടാണ്. ഭയങ്കര കെയറിങ് ആണ് മെച്ചൂർ ആണെങ്കിലും. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ നമ്മളെ ഗ്യാങ് ഹൗസ്? നിന്നോടല്ല, ഞാൻ മിന്നോട് ചോദിച്ചു. നിന്നോട് ആര് ചോദിച്ചു? ഞാൻ ഇപ്പുറത്തിരിക്കാം. മിന്നിനോട് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള. ഓക്കെ എന്ത് വന്നു നമ്മളെ ഗ്യാങ് ഹൗസ് കണ്ടിട്ട് എന്ത് വന്നു മിന്നുവിന്? എങ്ങനെ കൊള്ളാന്നോ? ആണോ? അഫീഫിന് എന്ത് വന്നു? അഫീഫ് എന്ന് പറഞ്ഞാ സ്റ്റീലിന്റെ പേരല്ലേ? ഹനാൻഷാന്റെ അനിയന്റെ പേരല്ലേ അല്ലേ? ഗെയിം കളിക്കലുണ്ടോ? ആ മിന്നോ? ഇല്ല തീരെ ഗെയിമിങ് പരിപാടി ഇല്ലല്ലോ. ഇതൊന്നും ഒരു താല്പര്യം ഇല്ലാത്തൊരു മേഖല തോന്നല്ലേ ഈ ഗെയിമിങ് സ്ട്രീമിങ് ഇങ്ങനത്തെ എല്ലാം. അതെ ഡോക്ടർമാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. എടാ ഇതെന്താണ് ഇങ്ങനെ സ്പാം ചെയ്തോണ്ട്? കേട്ടാ വേറെ നീ പറ കാര്യങ്ങൾ മിന്നു നോട്ട് കംഫർട്ട്. അവിടെ നമ്മളെന്ത് കംഫർട്ടബിൾ അല്ലേ? അത് വേണ്ടേ? ജ്യൂസ് കൊള്ളൂല? അതെന്താ ആരും വിളിച്ചോണ്ടിരിക്കുന്ന? കൊറേ കോൾ ആയിരുന്നല്ലോ. അങ്ങനെ കോൾ സംസാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പം മിന്നു ഡോക്ടർ എന്ത് ചെയ്യുന്നു? അല്ല ഡോക്ടർ സ്കിൻ ഡോക്ടർ അല്ലേ? എവിടെയാ വർക്ക് ചെയ്ത? കടവന്ത്ര. ഓക്കെ ഇപ്പൊ കാണുന്നില്ലേ? ഡാൻസ് ഒന്ന് പോയാ വായുട്ടി വേറെ നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനത്തെ തന്നെ പറഞ്ഞോണ്ട്. ഡാൻസ് വേണമെങ്കിൽ ചെയ്യാം, അത് പിന്നെയും കുഴപ്പമില്ല. നിങ്ങൾ ഈ പ്രപ്പോസ് അത് ഇതൊന്നും പറയല്ല. ഡാൻസ് ചെയ്യാലോ നമുക്ക്. ഡാൻസ് പാട്ട് പാടാം. ഇവിടെ ആരാ പാട്ട് പാടാൻ കഴിവുള്ള ആരാ? ശരിക്കും സത്യം ഇവൻ പാട്ട് പാടും. അല്ല ഇവിടെ വന്നിട്ട് വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പാട്ട് എന്തായാലും പാടണം. പാട്ട് പാടണം. മിന്നു പാടോ? ഇവ നന്നായിട്ട് പാടും. ബ്രോ ഗിവ് ദം മൈക്ക്. അവിടെ സൗണ്ട് കേൾക്കുന്നില്ല. മൈക്ക് എവിടെ? ഉണ്ട് മൈക്ക് ഉണ്ട്. മൈക്ക് കൊടുക്ക്. പാടട്ടെ മൈക്ക് കൊടുക്ക്. പാട് ബ്രോ പാട് പ്ലീസ്. നമ്മളെല്ലാരും റിക്വസ്റ്റ് ചെയ്യാലേ. ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ പാടി സ്റ്റാർട്ട് ചെയ്ത് തരാം. ഞാൻ ഒന്നിച്ച് പാടാണെങ്കിൽ. ചേട്ടാ ഏത് പാട്ടാ പാടേണ്ടത് ചോദിക്കുന്നുണ്ട്. ചെക്കന് ഏത് പാട്ടാ പാടേണ്ടത് ചോദിക്കുന്നുണ്ട്. എത്ര വയസ്സായി ചെക്കൻ? എന്നാലും വിളിക്കാൻ പറ്റുമോ? 22? കുഴപ്പമില്ല. നല്ലതാ. അപ്പൊ നിനക്ക് അത്രയും 30?
നിന്റെ അനിയൻ എങ്ങനെ 22? എനിക്ക് 22 ആയിട്ടില്ല. നേരെ അനിയനല്ല കസിനോ? സ്വന്തം അനിയൻ ആണോ? പക്ഷെ കാണാൻ ഒരു ഇതും ഇല്ലല്ലോ, ഒരേപോലെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഇല്ല ഇല്ല, നിങ്ങളെ കാണാൻ ഒരു സാമ്യതയും ഇല്ല. ഓനെ കാണാൻ നല്ല രസമുണ്ട്. എൽ ചാറ്റ് ബ്രോ, കാര്യം പറയല്ലേ. എൽ ചാറ്റ് 45K വാച്ചിങ്. ലെറ്റ്സ് ഗോ. W45K. അതാ സൂപ്പർ ചാറ്റ്. സൂപ്പർ ചാറ്റ്. ജാസി മിന്നുവിനെ തൊട്ട് കളിക്കല്ലേ? ജാസി എന്ത് നീ ആദ്യം കൊടുത്തില്ലേ ഓക്ക് മറ്റേ ഇത് ഗ്ലാസ്? ഫോണൊന്ന് മതി. അനിയനല്ല അളിയനോ? കോൾ സൂപ്പറാന്ന് വിളിക്കണോ? കുറച്ചേന് വിളിക്കാം. അല്ല ഇപ്പൊ പാട്ട് പാടാൻ നിൽക്കാൻ പറ്റില്ല. കുറച്ചേന് വിളിക്കാം. സൂപ്പറാ. ഇപ്പൊ പാട്ട് കമോൺ മാൻ. നീ ഏത് പാട്ടാന്ന് പറഞ്ഞാ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. അല്ല ഞാൻ ആലോചിക്കട്ടെ, അപ്പഴത്തേക്കും നമുക്ക് എല്ലാം അഫീഫ് വരാൻ തുടങ്ങി. എല്ലാം വരാൻ തുടങ്ങിയ പെട്ടെന്ന് പാടിക്കോ. എല്ലാം വരാൻ തുടങ്ങിയ ചിറാപ്പുഞ്ചി പാടാൻ മതി. മൂക്ക് വെച്ച് പാടാ? സൗണ്ട് മേലെ പാട്ടാ? അതാ അതാ. പാട്. ഫാത്തിമേ, നിന്റെ പേരപ്പം മെഹർ എന്നല്ലേ? ഗൈസ് ലീക്ക് ആയിട്ടുണ്ട്. മെഹറിന്റെ ശരിക്കുള്ള പേര് സംഭവം. ഇവള് കുറച്ച് ജാടൊക്കെ പേര് മാറ്റി. ഇവളെ പേര് പാത്തുമ്മാന്നാണ്. ഇവളെ പാത്തുന്ന് ആൾക്കാർ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് മെഹർ എന്നാക്കിയത് പേര്. ക്ലീൻ ക്യാമറ. അവിടെ ക്യാമറ ഒന്നും തുടച്ചേ. ഞാൻ പറഞ്ഞല്ലോ മിന്നു ജാട പട്ടി ഷോ. ഞാൻ പറയുന്നതല്ല കേട്ടാ, ഞാൻ പറയുന്നല്ല. എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല. മിന്നു അത്രയും ഹമ്പിളായിട്ട് ഇവിടെ ഇരിക്കുന്നു. അമ്പലല്ല, ഹമ്പിള് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവല്ല. എനിക്ക് അന്ന് തോന്നി. അന്ന് പോഡ്കാസ്റ്റ് ഇരുന്നപ്പോ എനിക്ക് തോന്നി ഇവർക്ക് കുറച്ച് കുറവല്ല. ഈഗോ? ആർക്ക് ഈഗോ? എടാ മിന്നു, അത് പെട്ടെന്ന് ആദ്യമായിട്ട് ലൈവ് സ്ട്രീമില് വരുന്നു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? മാറിയ ഇതെന്താന്ന് നോക്കിയ ചാൻ. ഇവിടെ ഗസ്റ്റ് വന്നിരിക്കുമ്പോ നീ പുക വരുന്നുണ്ട് എടുത്ത് മാറ്റിക്കോ. അപ്പുറത്തേതോ പുകയാ. നിങ്ങൾക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണം. ജാസിന്റെ സ്നേഹം ഒന്നല്ലേ, ഇല്ലെന്ന് പോലെ ഞാൻ ചവിട്ടി പുറത്തോടും. അത് ബാക്കിയുണ്ടെങ്കിൽ തന്നെ. എടാ വേറെ ഉണ്ടാ? ജ്യൂസ് ഉണ്ടാ? അല്ല ഇങ്ങ് തന്നെ. കോൾ വാവനെ വിളിക്കടാ. വാവനെ വിളിക്കാം. ഓക്കെ. എടുക്കോ നോക്കാം. വിളിച്ചു നോക്കാം. മിഠായിട്ടില്ലേ? മൈക്ക് ഊരി അയ്യോ, നമ്പർ ലീക്കാവല്ലേ. വാ ഇവന് ഫേസ് ടൈം ഒന്നുമില്ല. വാട്സപ്പ് ഞാൻ ഷുഗർ അത് നേരത്തെ. എടേ പ്രിയ, എടാ പ്രിയ, എന്റെ കൂടെ ഒരാളുണ്ട്, കാണോ? ഓ ലൈവ് കാണുന്നുണ്ടോ? എന്ത് മിന്നു? നീ ലൈവ് കാണുന്നില്ല പിന്നെ ആരൊക്കെയാന്ന് ചോദിക്കുന്നത് എന്നോട്. നീ കണ്ടോണ്ടിരിക്കല്ലേ? എന്താ കഥ? കൊറേ കാലമല്ല കണ്ടിട്ട്. ഓക്കെ, എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ,
ചാറ്റിലുള്ള എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഇത്തവണ നീ എന്തുകൊണ്ട് മെഹറിനെ അവോയ്ഡ് ചെയ്തു? പിന്നെ നീ മിന്നുവിനെ കൊണ്ടല്ലേ ട്രിപ്പ് പോയത്, നീ മെഹറിനെ കൂട്ടിയില്ലല്ലോ. ചാറ്റിൽ മെയിനായിട്ട് ചോദിക്കുന്ന കാര്യം അത്. കട്ടാക്കിട്ട് പോകാനും നോക്കണ്ട പോലെ നീ ഉത്തരം പറഞ്ഞു പോയാ മതി. ആണോ? അല്ല പറ. ഓ വേറെ പറഞ്ഞുതരാം. അപ്പൊ ആൾക്കാർ കേൾക്കാൻ പറ്റാത്തൊരു റീസണാന്നുള്ളത് ഇത്. ആണോ? നീ എന്താ മൊത്തത്തില് മെഹറിന് അറിയാൻ പേഴ്സണൽ കാര്യമെന്ന് പറഞ്ഞത്? കിക്ക് മിന്നു ആറ്റിറ്റ്യൂഡ് ഇട്ട് എല്ലാരും ഷോന്നാ പറയുന്നത് കേട്ടാ. മിന്നു വായിക്കോടുക്കും. മിന്നു എന്താ പറയാനുള്ള നോക്കട്ടെ. അല്ല എന്തേലും പറ കാരണം എല്ലാരും ഷോ എന്നല്ല പറയുന്നത്. ചോദിക്കും മിന്നുവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തായാലും ചോദിച്ചാലോ ഉത്തരം പറയല്. എടാ മുത്ത, നീ എന്താ മൊത്തം ഡൗൺ ആയ പോലെ? എന്താ പറ്റിയ? ഓക്കെ അല്ലേ നീ? എന്ത് ആണോ? അപ്പൊ ശരി, കാണാം. എല്ലാരും നിന്നെ വിളിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചാ. അപ്പൊ ഓക്കെ ബൈ, സിയോ. എന്താ പറഞ്ഞ? ബാങ്കോക്ക് നമുക്ക് വേണ്ട ഒരു ദിവസം. ബാങ്കോക്ക് എങ്ങനെയുണ്ട്? ബാങ്കോക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ. എത്ര ദിവസം നിങ്ങൾ ഇതെന്താന്ന് ഇവിടെ നടക്കുന്നു? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന ഇവൻ കാണുന്നില്ല. അപ്പൊ മെഹർ ക്യൂട്ടോ? മിന്നു സിംഗിളാണോ ചോദിക്കുന്നത്? അല്ല അത് ശരിക്കും അവര് ചോദിച്ചത്, ഞാൻ ചോദിച്ചതല്ല. അവര് ചോദിച്ചു ഇതെന്താ. ഇല്ല ഇൻവേർട്ടർ ഉണ്ട്, പേടിക്കണ്ട. എന്താ സംഭവം? എന്താ ട്രിപ്പായതാ ഒന്ന് പൊക്കിയ? മിന്നു സിംഗിളാന്ന് ചോദിക്കുന്ന? പറ, ഉത്തരം പറ. മിന്നു സിംഗിളാണെന്ന് ചാറ്റ് ചോദിച്ചു. ഒന്നും പറയുന്നില്ല. അതെന്താ മാരീഡാണോ? മാരീഡാ? പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ട്. കമ്മിറ്റഡാ. എന്റെ മോണിറ്റർ അടിച്ചു പോയി. ഒരു സെക്കൻഡ്. വേറെ നല്ല ഐശ്വര്യ മിന്നുന്ന് മുത്തേ അടിച്ച് സാധനം അടിച്ച്. വന്നു കുറച്ച് അങ്ങോട്ടേക്ക് ഇരിക്കോ. എടാ സോഫ എടുത്തൊന്ന് ഇങ്ങോട്ടെ. ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിക്കേണ്ടിരുന്നോ? ഒന്ന് കുറച്ച് അല്ല, കുറച്ച് അങ്ങോട്ടേക്ക് സോഫ ഇട്ടാ മതി. എന്റെ ക്യാമറ ഇങ്ങോട്ട് തിരിക്കേണ്ടിരുന്നതോ? ആ വയറ് വലിയുന്ന അവിടെ. ആരാ? എന്നിട്ട് ചാറ്റ് പറ ക്വസ്റ്റ്യൻസ്. എൽ ലൈവ് എന്ന് പറയുന്ന ആൾക്കാർ എൽ ലൈവ് എന്ന് പറയുന്ന കാര്യം പറയാലോ. കിക്ക് മിന്നു പോരാ, മിന്നു ജാള, ഇതെല്ലാം വായിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതില് പല അറാമ്പറപ്പ് ഉണ്ടാവേ. അത് നോക്കണ്ട അങ്ങനെ. വേണ്ട എല്ലാം വായിക്കാൻ പറ്റില്ല നമ്മള്. കാരണം അത്രയും ആൾക്കാരല്ല. ഇപ്പൊ 47,000 ആൾക്കാരുണ്ട്. അപ്പൊ അതില് എത്ര നല്ല ആൾക്കാരുടെ എത്ര മോശം ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാർ കൂടുമ്പോ അതിന് കണക്കായിട്ടുള്ള അറാമ്പറപ്പുകൾ കൂടും. അപ്പൊ എല്ലാം വായിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കമന്റ്സ് എല്ലാം വരുമോ? ഒന്നും നോക്കണ്ട കേട്ടോ. ചാറ്റ് വൃത്തിയായിട്ട് പറയുന്നവർക്കെല്ലാം ബാങ്ക് കൊടുക്കല്ല. മോഡറേറ്റേഴ്സ് വൃത്തിയായിട്ട് പറയുന്നവർക്കൊന്ന് ബാങ്ക് കൊടുക്കണം. ഓക്കെ, പാട്ട് എന്ന് പറയുന്ന പാട്ട് ഏത് പാട്ടാ? ചാറ്റ് പറഞ്ഞു. എന്നാ ഓക്കെ, ഞാൻ തുടങ്ങാം. ഓക്കെ, 1000 കണ്ടു. ഞാൻ തുടങ്ങി തട്ടെ. ഇത് വേണോ? കരോക്കെ വേണോ? ഓക്കെ, കരോക്കെ കിട്ടില്ല. പേടിക്കണ്ട, നമുക്കും പേടിയുണ്ട്. പാടല്ലേ പ്ലീസ്. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ. പറന്നതും
കാര്യപ്പെട്ടെ നിങ്ങൾ കിക്ക് മിന്നു എന്നിട്ട് സ്പാം ചെയ്തിട്ടാണ് ഓള് ഡൗൺ ആയത്, മനസ്സിലാവും? അതാണ് സംഭവം. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മിന്നു നമ്മളൊരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നതൊക്കെ, ഈ കൂട്ടത്തില് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കിക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും കിക്ക് വന്നിട്ടില്ല. മേറിന് ആണോ? അതെല്ലാരും, അത് കുറെ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് പല കമന്റ്സും വരും, മനസ്സിലാവും? അതാണ്. അപ്പൊ നമ്മൾ നല്ലത് മാത്രം നോക്കിയാൽ മതി. അതാ മിന്നു സൂപ്പർ എന്ന് പറയുന്ന ഒരാള്. വാ, മിന്നു ആൻഡ് മെഹർസ് ബ്രദർ ഈസ് ഇൻ ലവ്. മിന്നു ഇൻട്രോവേർട്ടാണ്. അതാ സംഭവം അല്ലെ? അതാണ്. അല്ലാണ്ട് ജാട ഇട്ടിരിക്കുന്നല്ല, അവള് ഇൻട്രോവേർട്ടാണ്. അതാ സംഭവം. MBBS abroad visit us. Thank you for the 899 rupees super chat, bro. Nadeem Shahid, thank you for the 10 Saudi Riyal. കസവിനാൽ പാടാൻ പറയാന്ന് അറിയാം. Awkward, no energy. ബ്രോ ഇന്ന് ഗസ്റ്റ് ഒക്കെ വന്നാലോ, പ്ലീസ് ലെറ്റ് മമ്മു ഇന്ന്. മമ്മൂനെ കൊണ്ടാ? എന്താണ് ഗസ്റ്റിന്റെ അഭിപ്രായം പറ? മമ്മൂനെ കൊണ്ടുവരണോ? Chat, yes or no? Yes പറ. എന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. അത് എല്ലാടാ നമ്മള് പണിഷ്മെന്റ് കൊടുത്ത് നിർത്തിക്കുന്നല്ല. അപ്പൊ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടാ, പക്ഷെ പിന്നെ നമ്മള് ആ പണിഷ്മെന്റ് കൊടുത്തതിന് ഒരു അർത്ഥം ഇല്ലാണ്ടാവും, മനസ്സിലാവും? ഇപ്പൊ നിങ്ങൾ ലൈവില് കാണുന്ന ആൾക്കാരെ പോലെ പുറത്ത് വേറെ കുറെ ഓഡിയൻസ് ഉണ്ടോ, അത് മനസ്സിലാവും. അവരെ മുന്നിൽ ഞാൻ എന്തോ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവും. അതുകൊണ്ടാണ് വേണ്ടല്ലോ. കുറച്ചുകൂടി പണിഷ്മെന്റ് പീരീഡ് കഴിയട്ടെ, എന്നിട്ട് മതി. ഓക്കെ, അതല്ല അല്ല മമ്മൂന് കയറ്റണോ? Yes, no, yes, no, yes, no, yes, 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 no, yes. Mixra. Okay, പാട്ടാണ്. പാട്ട്. Please. പോളിടാൻ പറയുന്ന മമ്മൂന് കേട്ടുന്നാലും പോളിടാൻ പറയുന്നുണ്ട്. ഇവിടെ പോള് വേണ്ട. ജസ്റ്റ് ഗസ്റ്റിന്റെ ടൈം മാത്രല്ല. ഓക്കെ, ജസ്റ്റ് മമ്മു വന്നിട്ട് പോട്ടെ. അല്ല മമ്മൂന് വിളി. നിനക്ക് തിരിച്ചു പറയുന്നുണ്ടോ നോക്കട്ടെ. അയക്കോറിയാ മോള് ലൈവിന്റെ സൗണ്ട് ഒക്കെ നോക്കാം. നമ്മളെ ലൈവ് ഇരുന്ന് കാണാം. അയക്കോറിയാ തിരിച്ചറിയുന്നില്ല. മമ്മോ ഒന്നിങ്ങ വന്നേ. ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് പോയിക്കോ. ഇങ്ങോ എടാ, ഇവിടെ ആരെല്ലാം വന്നിന് നോക്കിയാ. ആടെ ലൈവ് കാണുന്നുണ്ട്. എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് ലൈവിന്റെ. തൊപ്പി ലവ്സ് മെഹറ. ഒന്ന് പോയാടാ, വെറുതെ എന്തല്ലോ അങ്ങ് പറയാലാ, അർത്ഥമില്ലാത്ത അല്ല. എന്ത്
ആരൊക്കെ തൊപ്പിയുടെ ക്രഷ് ഉണ്ടോ? ആര് പറഞ്ഞു? മിന്നുണ്ട്. മിന്നു best friend ആ. അപ്പൊ എല്ലാ രഹസ്യങ്ങളും അറിയാം. വേറെന്നോട് എടാ. പറഞ്ഞോ? എടാ, ഇതെന്താണ്? മമ്മൂനെ തൊപ്പിന്റെയും മേറിന്റെ കല്യാണത്തിന് വിളിക്കുന്നു. അവിടെ എന്താടാ ഇത്? കഴിഞ്ഞ ബിഗ് ബോസ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ബ്രോ? കുറെ വാഴകൾ ചുമ്മാ ഇരുന്ന് പാടും. ബ്രോ ആ മമ്മു ഹായ് മമ്മു. വാ ഇരിക്ക്. ഇരിക്കൊന്നും വേണ്ട, അങ്ങനെ കൊറേ ഇരിക്കണ്ട. നീ പണിഷ്മെന്റ് പീരീഡില്ല, അത് മറക്കണ്ട. പാട്ട് പാടണ്ട ബോറാ. ഒരാള് സൂപ്പർ ചാറ്റ് ചെയ്ത് പാട്ട് പാടണ്ട, കൊറേ വാഴകൾ ചുമ്മാ ഇരുന്ന് പാടും എന്നെല്ലാം പറയുന്നത്. ഞാൻ എപ്പോഴേ പറഞ്ഞത് ഞാൻ പാടുന്നില്ലാന്ന്. ബോറിംഗ് ബ്രദർ സീരിയസ്ലി ഒന്നും തോന്നില്ല. അതെന്താ? എന്നാ പിന്നെ നിങ്ങൾ പറ വേറെ എന്താ ചെയ്യണ്ട? ചാറ്റ് പറ. ബോറിംഗ് ബ്രദർ അതെന്താ? അത് ഞാൻ പാടിയായിരുന്നു. മൈക്ക് എന്നെ ഇവിടെ ഇരിക്കണത്. അല്ല വേറെന്താ ചെയ്യണേ? ചാറ്റ് പറ. എൽ സ്ട്രീം ബ്രോ സീരിയസ്ലി. അപ്പൊ എനിക്കുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും ആൾക്കാർക്ക് ഇല്ലല്ലേ? അപ്പം അല്ല, ഞാൻ മേറും മിന്നലും വരുന്ന പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇത് ഇവർക്ക് ഫീൽ എനിക്കൊന്ന് തോർത്താൻ. ഫ്രിഡ്ജിൽ വെക്കായിരുന്നില്ലേ? ഫ്രിഡ്ജിൽ വെക്കണ്ട. We want justice, save മമ്മു എന്ന് അറിയുന്നുണ്ടോ? ഡാൻസ് ലാസ്റ്റ്. ഇതെന്താണ് ബറു? കേക്ക് ഉന്നല് ഇതല്ല എന്റെ പരിപാടി. ഇത് എന്റെ കോയലപ്പം തിന്നണം പോലും എനിക്ക്. ക്രിഞ്ചാണ് ബ്രോ. റിയാക്ട് ചെയ്യാം. ഓക്കെ, എന്താ റിയാക്ട് ചെയ്യണം? ചാറ്റ് പറ. എന്താ ഇന്റർവ്യൂ റിയാക്ട് ചെയ്ത? ഇന്റർവ്യൂ എല്ലാവരും കണ്ടതല്ലേ? അതെന്താ? അന്നപ്പാ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാം. അതെന്താ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യല്ലേന്ന്? ചെയ്തോ. അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്. നമുക്ക് ഡിസ്കോഡ് കയറാം. ഡിസ്കോഡിൽ ഒരുമിച്ച് റിയാക്ട് ചെയ്യാൻ. എന്താ പറയുന്നത്? ഡിസ്കോഡ് ക്ലിപ്സ് റിയാക്ട് ചെയ്യാം. മമ്മു ഔട്ട്. മമ്മു പോയി മോനെ. മമ്മു പോയില്ലേ? മമ്മു ഔട്ട് എന്ന് പറയുന്ന ഒരാള് ഇന്റർവ്യൂ എടുക്കാം. മിന്നൂര് ഇന്റർവ്യൂ എടുക്കാൻ പറയുന്ന. ഓക്കെ, എന്നാ പിന്നെ ഇവിടെ പലതും പുറത്തു വരും. പക്ഷെ മിന്നിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ. ഞാൻ ആദ്യമായിട്ട് മിന്നിനെ കാണുന്നത്. അങ്ങനെ ഇന്റർവ്യൂ എടുക്കും. പക്ഷെ വേറെ എന്നെ കുറിച്ച് റിസർച്ച് ചെയ്തില്ലേ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ്? അല്ല, നന്നായിട്ടൊന്നുമില്ല, അത്യാവശ്യം. ഇതെന്തേ? എന്റെ ഫീൽഡില് ഫുൾ തൊപ്പിയാണ്. ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ്. തൊപ്പി ഒഴിവാക്കിയ മമ്മുനെ ഞാൻ എന്റെ ബേക്കറിയിൽ സെയിൽസ്മാൻ ആയി നിർത്താൻ പോകുന്നു. 6 മാസം കൊണ്ട് ഇവനെ നന്നാക്കി എടുക്കുന്നതാണ്. ബേക്കറി മൂട്ടേണ്ടി വരും. ബേക്കറിയിൽ സാധനങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ മങ്കി കയറാം. അതറിയോ? മങ്കി അറിയോ? മങ്കിയിലല്ല എന്നെന്തോ ഒരു പെണ്ണെന്തോ കാണിച്ചത്. അയ്യോ, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. ഹൈഡ് ചെയ്താ മതി. പക്ഷെ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് സ്ട്രീമിലല്ല ഹൈഡ് ചെയ്യാൻ പറ്റും. ഇവര് കാണൂലേ? അല്ല, ഇതാരാന്നറിയോ? മമ്മുവാ. ഇതാ ആരായിരിക്കും? ഒന്ന് ഗസ്. കണ്ണ് കണ്ടിട്ട് ഷമീർ. ഷമീർ ഇങ്ങനെ പല കോമാളിത്തരം കെട്ടാതെ കയറ്റാതെ ഇവിടെ വെക്കുക. ഇവന്റെ വലിയ സ്ത്രീ വിരുദ്ധത പറഞ്ഞത്. ഇവന്റെ പരിപാടി നോക്കിയാ ഇത് കാണട്ടെ, എല്ലാരും കാണട്ടെ. പറയുന്നുണ്ട്. ഇതെന്റെ ശരിക്കുള്ള ഉമ്മാമയാണ്. വേറൊരു വകയിലും ആ ടൈം തൊട്ടേ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് വരും അല്ല? ചാറ്റ് മൊത്തം മാത്രമേ ഉള്ളൂ. കൊണ്ടോട്ടി വേറൊരു സംഭവം ഉണ്ട്. നിക്ക് മേരാ. വേറൊരു സംഭവം ഉണ്ട്. ഇവന് നമ്മളെ മുമ്പില് അന്ന് ഇന്റർവ്യൂല് വന്നപ്പോ ഇവൻ എങ്ങനെ സംസാരിച്ചത്?